അനീഷിനെ കൊണ്ട് സ്വയം ക്വിറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആര്യനെ നന്നായിട്ട് സംരക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷാണ് ജയിലിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അയാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അനീഷിനെ ആവശ്യമില്ലാതെ ഒരു കാര്യവുമില്ലാതെ എല്ലാ ടാസ്കുകളും നന്നായിട്ട് ചെയ്തിട്ടും ഇത്രയും നല്ല രീതിയിൽ ഡ്യൂട്ടീസ് ചെയ്തിട്ടും ആ മനുഷ്യനെ ജയിലിൽ 5 പ്രാവശ്യം ഇട്ടു. അതിനൊരു വിഷമം പറയാൻ വേണ്ടി ബിഗ് ബോസിൻ്റെ അടുത്ത് അനീഷ് പറയുന്നുണ്ട്, ഇങ്ങനെയാണ് കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ലാലേട്ടൻ വന്ന ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ അനീഷിനെ കൊണ്ട് തന്നെ അനീഷാണ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്ന ഒരു ബോർഡ് അനാച്ഛാദനം ചെയ്തതൊക്കെ നമ്മൾ കണ്ടു. അത് ആ സമയത്ത് അനീഷിൻ്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല, അത്ര വിഷമായി പോയി. കാര്യം എനിക്ക് തോന്നുന്നു അയാളെ ഇമോഷണലി ഡൗൺ ആക്കി എങ്ങനെയെങ്കിലും ക്വിറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ അനീഷിന്റെ യാതൊരു സപ്പോർട്ടും മറ്റ് കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന പിന്തുണയുണ്ടല്ലോ, മാനസിക പിന്തുണ, അങ്ങനത്തെ സാധനം ഒന്നും തന്നെ അനീഷിന് കിട്ടാൻ പോണില്ല. അനീഷിനെ എങ്ങനെയെങ്കിലും സിബിനെ ഒക്കെ ക്വിറ്റ് ചെയ്യിപ്പിച്ച കണക്ക്, നമ്മുടെ രജിത് സാറിനെ ഒക്കെ ക്വിറ്റ് ചെയ്യിപ്പിച്ച കണക്ക്, റോബിൻ്റെ അടുത്തൊക്കെ സംഭവിച്ച കണക്ക്, റോബിൻ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ടാണെന്നെങ്കിലും പറയാം. പക്ഷെ ആ ഒരു തരത്തിലേക്ക് അനീഷിനെ കൊണ്ടുവരികയാണ്. അനീഷ് ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. അനീഷിനെ ഇനി മാനസികമായിട്ട് തളർത്തിയാൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം ലാലേട്ടനെ കൊണ്ടാണ് ഇങ്ങനെ ഒരു മോനെ ഫണ്ണി ആയിട്ടോ എന്ന് പറയിപ്പിച്ചു, മനസ്സിലായോ? അയാളുടെ മുഖം മാറി എന്ന് മനസ്സിലായി ബിഗ് ബോസിന്റെ ടീമിന്. അപ്പൊ ആ ഒരു തരത്തിലേക്ക് അനീഷിനെ എത്തിച്ചിട്ട് അനീഷ് സ്വയം പുറത്തു ചാടുക, ഇതാണ് സത്യം പറഞ്ഞാൽ. ഈ 2 ആഴ്ച കൊണ്ട് അനീഷ് പിടിച്ച് നിൽക്കുവാണെങ്കിൽ അനീഷിന് തന്നെ കപ്പ് കിട്ടും എന്നാണ് സാധാരണക്കാർ പറയുന്നത്, ജനങ്ങൾ പറയുന്നത്, പൊതുജനങ്ങൾ പറയുന്നത്. ഇനി മറ്റൊരു വശം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഒരു കുരിശു പോലൊരു സാധനത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കണം എല്ലാവരും. അപ്പം അങ്ങനെ പിടിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആദ്യം കുറേ എല്ലാവരും മാക്സിമം പിടിച്ചു നിന്നു, 2 മണിക്കൂർ വരെയൊക്കെ പിടിച്ചു നിന്നു. പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ എല്ലാവരും പോയി. അവസാനം സാബുമാനും ആര്യനും മാത്രമായി. അപ്പോൾ ഈ അവസാനം വരെ നിൽക്കുന്നവർക്ക് 10 പോയിന്റ്, രണ്ടാമത് അതായത് അവസാനത്തിന് തൊട്ട് മുമ്പായിട്ട് മാറുവാണെങ്കിൽ 9 പോയിന്റ്, അങ്ങനെയാണ്. ആദ്യം പോകുന്നയാൾക്ക് 1 പോയിന്റ്, അങ്ങനെയാണ് പോയിന്റുകൾ വരുന്നത്. അപ്പോൾ ഇതിൽ ജയിക്കുന്നയാൾക്ക് ഡയറക്റ്റ് ടിക്കറ്റ് ടു ഫിനാലെയാണ് കൊടുക്കുന്നത്. അതിലേക്കുള്ള ഒരു എൻട്രിയാണ് ഈ സംഭവം. അപ്പോൾ ആര്യനെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു ഫ്രോഡ് പണിയാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് മഴ പെയ്തപ്പോൾ ഇവരുടെ മൈക്ക് ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, എല്ലാവരും മൈക്ക് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം അനുമോള് ഓരോരുത്തരുടെ അടുത്ത് പോയി മൈക്ക് മാറ്റിയാണ്. അയാളുടെ അടുത്ത് ആ സ്റ്റെപ്പ് കയറി അവർ നിൽക്കുന്ന ക്രോസിന്റെ അടുത്ത് വരെ അനുമോള് വരുമ്പോഴാണ് കൈ ഇങ്ങനെ മാറ്റി മൈക്ക് ഊരി കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെ 2 പേര്, അതായത് നൂറയും നിൽപ്പുണ്ടായിരുന്നു, സാബുമാനും നിൽപ്പുണ്ടായിരുന്നു, ആര്യനും നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ 2 പേരുടെയും മൈക്ക് അങ്ങനെയാണ് ഊരിയത്. അപ്പൊ രണ്ടാമത്തെ ആളുടെ മൈക്ക് ഊരിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആര്യൻ ഇവിടെ നിന്ന് കൈ മാറ്റിയിട്ട് മൈക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഉടനെ അനു വിളിച്ച് പറയാണ്, ഞാൻ അവിടെ എത്തിയതിന് ശേഷം കൈ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അവള് നടന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അവളിവിടെ പരിസരത്ത് പോലും എത്തിയില്ല, അതിനു മുമ്പേ കൈ മാറ്റി. അപ്പൊ തന്നെ ഫോൾട്ടാണ്, അപ്പൊ തന്നെ എന്താ പറയാ, വെളിയിറങ്ങി പോണം ആ ചെക്കൻ. പക്ഷേ ബിഗ് ബോസ് അവിടെ വാ അനക്കിയിട്ടില്ല. കാര്യം ഇവർക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ, ആര്യനെ എങ്ങനെയെങ്കിലും ഫൈനലിൽ എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. കാരണം എന്താണ്, അതുകൊണ്ടാണല്ലോ ജിസേലിനെ ഔട്ടാക്കിയത്. ആര്യനും മോശമായിട്ടാണ് പ്ലേ ചെയ്തത്, ജിസേലും മോശമായിട്ടാണ് പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ഫ്രണ്ട്ഷിപ്പായി ജിസേലിന്റെ ജോലിക്കാരനായിട്ടാണ് ആര്യൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ബിഗ് ബോസിന് വന്നതാണ് എന്നൊക്കെ പയ്യൻ മറന്നായിരുന്നു. അങ്ങനെയാണ് അവനെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ കയറി പോകുന്നു, അതിനോടൊപ്പം തന്നെ ഷാനവാസ് കയറി പോകുന്നു, 2 പേരും ഒരേപോലെ വരുന്നു, ഒപ്പം അനുമോള് വരുന്നു. അപ്പൊ ഇവർക്കൊരു വെപ്രാളമാണ്, ഇവർക്കൊരു പരവേശമാണ്. എന്ത് ചെയ്യും, അനുമോളിനെ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങളുടെ ബിഗ് ബോസ് കപ്പ് അനുമോളിന് എന്നും താറ്റാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ പട്ടിത്താറ്റാണ് അടിച്ചു കൊടുക്കണം അനുമോളിന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് ആദ്യത്തെ വീക്ക് തൊട്ട് അവസാനത്തെ വീക്ക് കഴിഞ്ഞ എപ്പിസോഡ് വരെയും അനുമോളെ താറ്റാത്ത ഒരു എപ്പിസോഡ് നിങ്ങൾ എനിക്കെടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ? എല്ലാത്തിനും അനുമോളിന് പട്ടിത്താറ്റുണ്ട്. അതെന്ന് വെച്ചാൽ അനുമോളെ പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത കണക്കാണ്. മാക്സിമം അനുമോളിനെ നെഗറ്റീവ് ആക്കാൻ നോക്കി കേട്ടോ ഈ കണ്ടന്റ് മേക്കേഴ്സ്, ഇതിനകത്തുള്ള ആൾക്കാർ അനുമോളെ നല്ല നെഗറ്റീവ് ആക്കാൻ നോക്കി. പക്ഷെ നടന്നില്ല. അവളുടെ നെഗറ്റീവിനെ ബൂസ്റ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എഡിറ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞത് വെച്ചാൽ നെഗറ്റീവ് മാത്രം ബൂസ്റ്റ് ചെയ്ത് വെളിവിടുക. കാര്യം ഇവർ വിചാരിച്ചാൽ മതി, നമ്മളെപ്പോലെ ഒരാൾ അതിനകത്ത് കയറി പോയി കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളവിടെ മിണ്ടാതെ ഉറങ്ങിയാലും മതി. അവർക്കറിയാം നമ്മളെ നെഗറ്റീവാക്കി, ആ ഉറക്കത്തിനെ പോലെ നെഗറ്റീവാക്കി ഇങ്ങോട്ട് വിടും. മനസ്സിലായി? അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് അതിനകത്തുള്ള ആൾക്കാർ. അവർക്ക് അവരുടെ കാര്യങ്ങളാണല്ലോ. ചില വ്യക്തികളെ നെഗറ്റീവ് ആക്കുന്ന വ്യക്തികളെ ഓൾറെഡി തന്നെ അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ വിജയിച്ചത് ലക്ഷ്മിയുടെ വിജയിച്ചു, മസ്താനിയുടെ വിജയിച്ചു, അനുമോളുടെ വിജയിച്ചില്ല. മനസ്സിലായോ? പക്ഷെ ലക്ഷ്മി എങ്ങനെയൊക്കെ തട്ടിത്തെറിച്ചിങ് വന്നു, പോസിറ്റീവിലോട്ട് വന്നു. മനസ്സിലായോ? കൊച്ചിന് ഇറങ്ങിയ സമയത്ത് നല്ല സ്വീകരണമൊക്കെയാണ് കിട്ടിയത്, കുഴപ്പമില്ലാതെ. മസ്താനി ഓടിയതുപോലെ ഓടേണ്ടിയൊന്നും വന്നില്ല. ഓരോരുത്തരടുത്തും ഓരോ രീതിയിലാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണല്ലോ ആരുടെ പൊടിയൊക്കെ തട്ടി കുടഞ്ഞെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഫിനാലയിലൂടെ.
പിന്നെ അനീഷിനെ എങ്ങനെ വിടും? ഒരു സാധാരണക്കാരനെ എങ്ങനെ ബിഗ് ബോസിന്റെ കപ്പ് ഒരു സാധാരണക്കാരന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം പണക്കാരെ വീട്ടിലൊരു പാവപ്പെട്ട അവിടുത്തെ വീട്ടിലെ ജോലിക്കാരിയുടെ മോളെ അവിടുത്തെ പയ്യൻ കെട്ടിക്കൊണ്ട് വരുമ്പോൾ അവിടുത്തെ വീട്ടുകാരുടെ അമ്മയുടെ അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അമ്മായിയമ്മ പോരാണ് അനീഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് ടീം ഫുള്ള് ഷോ ഡയറക്ടർ അടക്കം എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവനെങ്ങാനും കയറി വന്ന അവർക്ക് ഒന്നാമത്തെ കാര്യം ഷോ ഡയറക്ടറിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അക്ബർ എന്ന് പറഞ്ഞത്. അക്ബറിനെ കയറ്റണം എന്നുള്ള അക്ബറിന് ഇൻവിറ്റേഷൻ അയച്ച് വിളിച്ചതിന്റെ കാരണം തന്നെ എന്താണ്? കപ്പ് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ അനീഷ് എന്ന് പറഞ്ഞ സാധനവും ഈ ഷാനവാസ് എന്ന് പറഞ്ഞ സാധനവും ഈ അനുമോൾ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇതിൻ്റെ ഇടയിൽ കയറി വരുമെന്നും ഇത്രയും ജനസമ്മതി ഉണ്ടാവുമെന്നും ഇതൊക്കെ തിരിഞ്ഞു പോയി, എല്ലാം കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലാണ്. ഇനി സ്ക്രിപ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അതായത് ഒരു ഷോ അല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് പോലെ ക്ലൈമാക്സിലേക്ക് അടുപ്പിച്ചേ പറ്റുള്ളൂ. അതിന്റെ മാക്സിമം ശ്രമിക്കും. നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ പരിപാടി തകർക്കാൻ പറ്റും. പോട്ടെ, അനീഷിന് വേണം എന്ന് പറയണില്ല, ഷാനവാസിന് വേണം എന്ന് പറയണില്ല, അനുമോളിന് വേണം എന്ന് പറയണില്ല. ഈ 3 പേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുക. അല്ലാതെ ഈ ബിഗ് ബോസിന്റെ ഈ ഇരട്ടത്താപ്പ് പരിപാടി അത് പന്നത്തരം എന്നാണ് ഞാൻ പറയുന്നത്. വളരെ മോശം. കാരണം നമുക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ദേഷ്യം വരുന്നു. കാര്യം ഈ ചെക്കൻ കൈമാറ്റി അനുമോള് പറയുന്നുണ്ട്, സാബുമാൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് കൈമാറ്റി. ആ മൈക്ക് എടുക്കേണ്ട ആൾ അടുത്ത് വന്നിട്ട് കൈമാറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ആരും കൈമാറ്റുകയാണ്. അത് ബിഗ് ബോസ് കാണുന്നില്ല, കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. അപ്പൊ ഇവര് പറയാണ് നീ കൈമാറ്റി. അതിനുശേഷം ഈ പറയുന്ന നൂറ പോയി, ഇവർ രണ്ടുപേരും മാത്രമായി. ആരിനെ സാബുമാൻ മാത്രം. അപ്പൊ സാബുമാൻ എന്ന് പറഞ്ഞാൽ ആരിനേക്കാളും നല്ല ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരു വ്യക്തിയാണ്. അവനെ കൊണ്ട് പറ്റും. എത്ര മണിക്കൂറാണ്? 10 മണിക്കൂറാണെങ്കിലും അവൻ പിടിച്ച് നിൽക്കും. പക്ഷെ ഇപ്പോൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് ആരും പറയണം എടാ നമുക്കൊരു ഗെയിം കളിക്കാം, ഈ ഗെയിമിൽ തോക്കുന്നയാള് ഇറങ്ങിപ്പോട്ടെ, നമുക്ക് രണ്ടും കൂടെ ഈ ചെറിയ വാ കൊണ്ട് പറഞ്ഞിട്ടുള്ള വെർബലി ആയിട്ടുള്ള ഗെയിംസ് അവർ കളിക്കുകയാണ്. അങ്ങനെ വേണ്ട, അങ്ങനെ ഗെയിമൊന്നും വേണ്ടടാ എന്ന് പറഞ്ഞു. അപ്പൊ നീ അല്ലടാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സാബുമാൻ ഇങ്ങനെ വിരൽ ചൂണ്ടി ഇപ്പൊ അല്ല നീ ആണ്ട എന്ന് ഇവനും വിരൽ ചൂണ്ടി. അപ്പൊ ആദ്യം സാബുമാൻ വിരൽ ചൂണ്ടി, എന്നിട്ട് ഉടനെ ഇങ്ങനെ പിടിച്ചു. ഇപ്പൊ രണ്ടാമത് അതിന് മറുപടി ഇവൻ പറഞ്ഞു, ഇവനും ഇങ്ങനെ പിടിച്ചു. ഇതാണ് സംഭവം. അപ്പൊ ഇവന്മാര് പറയുവാണ് എടാ നീ കൈ എടുത്തല്ലടാ, എന്നാ നീയും കൈ എടുത്തല്ല എന്ന് ഇവർ പറയണം. അപ്പൊ ഞാൻ വിചാരിച്ചത് അതിലൊരു ഫണ്ണി ആയിട്ടായിരിക്കും കാണുന്ന ഈ ബിഗ് ബോസ്. പക്ഷെ ഇയാൾ ചെയ്തെന്താണെന്നറിയോ? ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആൾ ചെയ്തതെന്ന് പറഞ്ഞാൽ സാബുമാൻ തോറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം കൈ ഇങ്ങനെ മാറ്റി, അതുകൊണ്ട്. അപ്പോൾ സാബുമാൻ പറയാണ് ബിഗ് ബോസ് ഇത് അൺഫെയർ ആണ്. കാരണം നേരത്തെ മൈക്കിടാൻ വന്ന സമയത്ത് ആരെയും കൈമാറ്റിയപ്പോൾ ബിഗ് ബോസ് മിണ്ടാതിരുന്നല്ലോ. അപ്പോൾ ആ കാര്യമാണ് സാബുമാൻ സൂക്ഷിച്ചത്. ഇത് അൺഫെയർ ആണ്, ഇത് ശരിയല്ല. അപ്പോൾ ആരും പറയണം എന്തോന്ന് അൺഫെയർ, ഒരു അൺഫെയർ ഇല്ല എനിക്കാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ചാടി ഇറങ്ങിപ്പോയി. ഇത് ഭയങ്കര മോശമായി. ഇപ്പം ഇങ്ങനെ കൈമാറ്റിയത് ആദ്യം കൈമാറ്റിയ ആൾ അങ്ങനെയാണെങ്കിൽ ആര്യനാണ്. ഇതെന്തുകൊണ്ടാണ് ബിഗ് ബോസ് മൈൻഡ് ചെയ്യാത്തത്? ഇതിനുള്ള യഥാർത്ഥ റീസൺ എന്ന് പറയുന്നത് ഇയാൾക്ക് ആര്യന്റെ കയ്യിലൊന്ന് കപ്പ് കൊടുത്താൽ മതി. ഒരു കയ്യിൽ അക്ബറിനെയും ഒരു കയ്യിൽ ആര്യനെയും പിടിച്ചിട്ട് ബിഗ് ബോസിന് മോഹൻലാലിന്റെ 2 കൈകളിൽ ഇവർ രണ്ടുപേരും പിടിച്ച് ഫിനാലയിൽ എത്തിക്കണം. ഇതാണ് പ്ലാൻ, ഇതാണ് മാസ്റ്റർ പ്ലാൻ. നമ്മൾ പൊതുജനങ്ങൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സീസൺ കാണുന്ന എല്ലാവർക്കും, റീൽസുകൾ മാത്രം കണ്ട് മനസ്സിലാക്കുന്ന എല്ലാവർക്കും, ഷോർട്സിലൂടെ മാത്രം കണ്ട് മനസ്സിലാവുന്ന എല്ലാവർക്കും പിടികിട്ടേണ്ട കാര്യമാണ്. എപ്പിസോഡും ലൈവും കാണും നമ്മളെ പോലെ കുറച്ചു പേർക്ക് മാത്രമേ ഇത് അറിയുള്ളൂ. ഷോർട്സ് ഒക്കെ കാണുന്നവർക്ക് അറിയത്തില്ല. ഈ പിന്നെ ഫാൻ ബേസ് വഴി നടക്കുന്നവർക്കൊന്നും അറിയത്തില്ല. നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെ ഈ അനുമോൾ ഫാൻസും ഷാനവാസ് ഫാൻസും ആര്യൻ ഫാൻസും ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കളി പോകുന്നത് വേറെ രീതിയിലാണ്. നിങ്ങൾ എപ്പിസോഡ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ബിഗ് ബോസിന്റെ പ്ലാൻ വേറെയാണ്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംഭവം. പിടിച്ചാൽ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ 3 പേരിൽ ആരെ വേണോ നിങ്ങൾ വിന്നറാക്കിക്കോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് അൺഫെയർ ആയിട്ട് ചെയ്യുന്ന ബിഗ് ബോസിന്റെ നയം, ഈ ഒരു നയം നടപ്പിലാക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇങ്ങനെ ഒരു പന്നത്തരം ബിഗ് ബോസ് കാണിക്കുന്നത് അതായത് വളരെ മോശമായി. സാബുമാന് ടിക്കറ്റ് ഫിനാലെ കിട്ടിപ്പോയാലോ, അവൻ ഫൈനൽ 5 വന്നു പോയാലോ, ഇവർ അന്തം വിട്ടുപോയി. സാബുമാൻ പിടിച്ച് നിൽക്കും എന്നൊരു പ്രതീക്ഷ ഇവർക്ക് ഉണ്ടായിരുന്നോ? അയ്യോ ഈ ഒരു ടാസ്ക് വെക്കുമ്പം ആ ചെറുക്കനെങ്ങാനും പിടിച്ചു വെക്കുമോ, തിരുവനന്തപുരത്ത് പേട്ട കിടക്കുന്ന ആ ചെറുക്കനെങ്ങാനും ഇത് സ്ട്രെങ്ത് ആയിട്ട് പിടിച്ച് ഇതിൽ ജയിക്കുമോ, ഇനി അവന് ടിക്കറ്റ് ഫിനാലെ കൊടുക്കേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ഇവൻ നോമിനേഷൻ ഫ്രീ ഒക്കെ ആയി പോവൂ, നോമിനേഷൻ ഫ്രീ ആവുമല്ലോ. അതായത് ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞാൽ അടുത്ത എലിമിനേഷനിൽ ഇല്ലാതെ നേരെ തന്നെ എന്ത് ചെയ്യുന്നു, ടിക്കറ്റ് ഫിനാലയിൽ കയറുന്നു. അപ്പൊ ഇത് സാബുമാൻ എങ്ങനെ കിട്ടി പോകുമ്പോ നെഞ്ചിടിക്കുകയായിരുന്നു തോന്നുന്നു. ബിഗ് ബോസിന്റെ നെഞ്ചിങ്ങനെ പടപട ഇടിക്കുകയായിരുന്നു. അയ്യോ സാബുമാൻ കയറിപ്പോ, എന്റെ ആര്യൻ മോനെ എന്ത് ചെയ്യും. ഈ ഒരു ടെൻഷനായിരുന്നു ബിഗ് ബോസിന് സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ കള്ളക്കളി കാണിച്ച് കള്ളത്തരം കാണിച്ച് സാബുമാനെ ഔട്ടാക്കിയിട്ട് ആ സാബുമാൻ ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുന്നത്. ഞങ്ങളും അതുപോലെ
ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരും അതുപോലെ വണ്ടർ അടിച്ച് നിൽക്കും, എന്തു മറിമായോ എന്ന് പറയുന്നത്. അപ്പോൾ സൂക്ഷിച്ചോളൂ, ഷാനവാസ്, അനീഷ്, അനുമോളിൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് അടങ്ങിയാൽ കൊള്ളാം. ഇത് ലെവൽ വേറെയാണ്, ഇവരുടെ തിങ്കിങ് വേറെയാണ്, മൈൻഡ് സെറ്റ് വേറെയാണ്. അവർ തന്നെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ടീം. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും പരിപാടിയിലൂടെ ഇവർ ഔട്ടാക്കിപ്പിക്കും. ഇവർ സത്യം പറഞ്ഞാൽ നോമിനേഷനിൽ വന്ന് വോട്ട് ചെയ്ത് നമുക്ക് വോട്ടിംഗ് എങ്കിലും കൃത്യമാവണമെന്നൊന്നും നമുക്ക് എനിക്കറിയത്തില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും കപ്പ് ആര്യന് അല്ലെങ്കിൽ അക്ബറിന് കൊടുത്താൽ മാത്രം മതി എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഇതിൽ ഞാനുമായിട്ട് യോജിക്കുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചിന്തയാണോ? ഒന്ന് പറയാം. എന്താണ് ഇവരുടെ പ്ലാനിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഒന്ന് പറയാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം.